നമസ്കാരം. ഒരു ഭർത്താവ് അയാളുടെ കൺമുന്നിൽ ആരുടെയും സഹായവും തേടാനാവാതെ തൻ്റെ പ്രിയപ്പെട്ടവൾ വെട്ടേറ്റ് പിടഞ്ഞു മരിക്കുന്ന കാഴ്ച. സിനിമയെ വെല്ലുന്നൊരു ക്രൂരതയുടെ കഥ ബംഗളൂരുവിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിലും വലിയൊരു ഞെട്ടൽ കാത്തിരിപ്പുണ്ടായിരുന്നു. ആ കൊലപാതകിയെ പിടികൂടാൻ പോലീസിനെ സഹായിക്കാൻ മുന്നിൽ നിന്നത് മറ്റാരുമായിരുന്നില്ല, ആ കൊലയാളി തന്നെയായിരുന്നു. ബംഗളൂരു നെലമംഗലയിലെ ആ ഫ്ളാറ്റിൽ വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ആ നടുക്കുന്ന സംഭവം ഉണ്ടായത്. കിടപ്പിലായിരുന്ന ഭർത്താവിനൊപ്പം കട്ടിലിൽ ഉറങ്ങുകയായിരുന്ന ശോഭ എന്ന വീട്ടമ്മയെ ഒരു നിമിഷം പോലും ദയയില്ലാതെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഒരാൾ. രക്തത്തിൽ കുതിർന്ന് ജീവൻ പിടഞ്ഞകലുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കാനേ ആ ഭർത്താവിനും കഴിഞ്ഞുള്ളൂ. മുറിയിലെ TV പോലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു സാധാരണ രാത്രിയെ ഓർമ്മിപ്പിക്കും വിധം. പക്ഷേ ആ രാത്രിയുടെ മറവിൽ അരങ്ങേറിയത് ഒരു കൊടും ക്രൂരതയായിരുന്നു. പ്രഭാതമായപ്പോൾ പതിവ് പോലെ ഉണർന്ന അയൽവാസികൾ ഫ്ളാറ്റിലേക്ക് എത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം പുറം ലോകമറിയുന്നത്. ചോരയിൽ കുളിച്ച് ജീവനറ്റ ശോഭയുടെ ശരീരം, തൊട്ടടുത്ത് അനങ്ങാൻ പോലും കഴിയാതെ തളർന്നു കിടക്കുന്ന ഭർത്താവ്. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരും പോലീസും ആകെ അമ്പരന്നു. എന്നാൽ ഈ കൂട്ടത്തിൽ സജീവമായി പോലീസിനെ സഹായിക്കാനും കാര്യങ്ങൾ അന്വേഷിച്ചറിയാനും മുന്നിൽ നിന്ന ഒരു മുഖമായിരുന്നു ശിവകുമാർ. ഹോൾസെയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന ശിവകുമാറിന് ശോഭയുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ ആ അടുപ്പത്തിന് പിന്നിൽ ഒരു കറുത്ത അധ്യായമുണ്ടായിരുന്നു. 8 ലക്ഷം രൂപയുടെ കടം. ഇത് തിരിച്ചു കൊടുക്കാതിരിക്കാനും വീട്ടിലെ സ്വർണവും പണവും കവരാനുമായിരുന്നു ശിവകുമാർ ഈ ക്രൂരകൃത്യം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറയുന്നു. 450 ഗ്രാം സ്വർണം, അതായത് ഏകദേശം 65 ലക്ഷം രൂപ വില വരുന്ന ആഭരണങ്ങൾ കൊലപാതകത്തിന് ശേഷം ഇയാൾ കവർന്നിരുന്നു. സംശയിക്കാൻ പോലും ഇടയില്ലാത്ത വിധം നിഷ്കളങ്കനായി അഭിനയിച്ചു നിന്ന ശിവകുമാറിനെ പക്ഷേ CCTV ക്യാമറകൾ ചതിച്ചു. സൂക്ഷ്മമായ പരിശോധനയിൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തതോടെ സത്യം പുറത്തായി. ഒടുവിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കും മൊബൈൽ ഫോണും അടക്കം പോലീസ് കണ്ടെടുത്തു. വിശ്വസിച്ചവരെ പോലും ഒറ്റുകൊടുത്ത് ക്രൂരതയുടെ നെല്ലിപ്പലക കണ്ട ഈ സംഭവം ബംഗളൂരുവിനെ മാത്രമല്ല, മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. പ്രായമേറിയ ദമ്പതികൾക്ക് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്ത വീടുകൾ ഇത്തരക്കാർക്ക് എളുപ്പമുള്ള ലക്ഷ്യങ്ങളാകുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. കൊലപാതകം, കവർച്ച എന്നീ വകുപ്പുകൾ ചുമത്തി ശിവകുമാറിനെതിരെ പോലീസ് അന്വേഷണം തുടരുമ്പോൾ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും വാങ്ങിയ കടം വീട്ടമ്മ തിരിച്ചു ചോദിച്ചിരുന്നു. ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ഇയാൾ നടത്തിയത്. എന്തായാലും CCTV ആണ് ഇയാളെ കുടുക്കിയത്.